Hello beautiful life around the world. Connecting life in മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് GoPro Hero 9 വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു മീഡിയ മോഡ് എന്നൊരു ഡിവൈസിനെ കുറിച്ചാണ്. ഞാനിത് ഇന്ത്യയിൽ വാങ്ങിക്കാൻ വേണ്ടി ആമസോൺ, ഫ്ലിപ്കാർട്ട് അതിലെല്ലാം പരിശോധിച്ചു. പക്ഷേ പ്രൈസ് കൂടുതലായിരുന്നു, മാത്രമല്ല ആ സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്കും ആയിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ദുബൈയിൽ സാധനം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ജംബോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്ത് നോക്കാം. ഞാനിത് ഇന്ത്യയിൽ നോക്കിയ സമയത്ത് ഏകദേശം ഇതിന് 8,000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ദുബൈയിൽ നോക്കിയ സമയത്ത് ഏകദേശം അതിനൊരു 335 ദിർഹംസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ജംബോ ഇലക്ട്രോണിക്സ് യു എയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ലീഡിങ് ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ് സെല് ചെയ്യുന്നൊരു നെറ്റ്വർക്ക് ഷോപ്പാണ്. ഇതാണ് GoPro Hero 9 മീഡിയ മോഡ്. ഒരു മൗണ്ടും കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു സ്ക്രൂ ഉണ്ട്. GoPro ഇതിന് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ബാറ്ററി ഉള്ള ഈ പാർട്ട് റിമൂവ് ചെയ്യണം. ഇപ്പോൾ റിമൂവ് ചെയ്യണം. ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ, ഒന്ന് ജസ്റ്റ് ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. USB Type-C കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്താണ് ഇത് നമ്മൾ GoPro കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്കാണ് ഈ GoPro കണക്ട് ചെയ്യുന്നത്. ഈ USB Type-C ഈ ഒരു കണക്ടറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ മൈക്കും മറ്റു കാര്യങ്ങളെല്ലാം GoProയിലേക്ക് കണക്റ്റ് ആവുന്നത്. ഇങ്ങനെ സ്ലൈഡ് ചെയ്തതിന് ശേഷം ഈ ഒരു വിൻഡ് പ്രൊട്ടക്ടർ ഇത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഇവിടെ ഫ്രണ്ടിലൊരു മൈക്കുണ്ട്, ബാക്ക് സൈഡിലൊരു മൈക്കുണ്ട്. പക്ഷേ ഇത് അറ്റ് എ ടൈം ഫ്രണ്ടിലെയും ബാക്കിലെയും മൈക്ക് നമുക്ക് ഒരേ സമയം റെക്കോർഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ കഴിയില്ല. ഈ മീഡിയ മോഡിൽ 2 മൗണ്ട് ഷൂ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ലൈറ്റ് അതുപോലെ വയർലെസ് മൈക്കെല്ലാം കണക്ട് ചെയ്യാം. GoPro Hero 8ൻ്റെ മീഡിയ മോഡിനെക്കാട്ടിലും ഒരല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ഒരു റബ്ബറിൻ്റെ ഒരു ചെറിയൊരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാം. ഇതിനകത്ത് തൊട്ടപ്പുറത്ത് USB Type-C ചാർജറായിട്ട് യൂസ് ചെയ്യാം. മാത്രമല്ല നമുക്ക് PC-യിലേക്കോ ലാപ്ടോപ്പിലേക്കോ GoPro Quick എന്നുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്താൽ ഈസി ആയിട്ട് GoProനകത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഫുട്ടേജ് എല്ലാം ഈസി ആയിട്ട് നമുക്ക് PC-യിലേക്കോ അല്ലെങ്കിൽ ആപ്പിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാം. HDMI കേബിളിൻ്റെ ഒരു കണക്റ്റും വരുന്നുണ്ട്. നമുക്ക് TV-യിലേക്കെല്ലാം ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഫുട്ടേജ് നമുക്ക് പ്ലേ ചെയ്യാം. നമ്മുടെ മീഡിയ മോഡ് GoProയിൽ കണക്ട് ചെയ്ത ഉടനെ തന്നെ ഇതിനകത്തുള്ള മീഡിയ മോഡ് ഡിറ്റക്റ്റ് ആവുകയും അത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ താഴെ തന്നെ ഒരു ഓഡിയോ ലെവൽ മീറ്റർ കാണുന്നുണ്ടാവും. നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തിൻ്റെ ആ ഒരു ലെവൽ ഇതിനകത്ത് സ്ക്രീനിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിനകത്ത് ഈ ഫ്രണ്ട് മൈക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ ബാക്ക് സൈഡ് മൈക്ക് നമുക്ക് പ്രിഫർ ചെയ്ത് സെറ്റ് ചെയ്ത് പോകും. മീഡിയ മോഡ് ഫ്രണ്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ബാക്ക് സൈഡിലെ മൈക്കാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്യാമറ മൈക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ മൈക്കിനകത്ത് നിന്നുള്ള ശബ്ദമായിരിക്കും റെക്കോർഡാകുക. GoPro Hero 9 മീഡിയ മോഡിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനകത്ത് മൈക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും സെറ്റിങ്സിനകത്ത്. ഹലോ ഇവിടെ പുള്ളിക്കാരനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാനൊക്കെ ചെറിയായിട്ടൊരു മടിയുണ്ട്. അപ്പോൾ നിങ്ങൾ വേണ്ടത് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾറൈറ്റ്. പക്ഷേ ഒരേ സമയം ഫ്രണ്ടിലെയും ബാക്കിലെയും മൈക്ക് നമുക്ക് മീഡിയ മോഡിൽ യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്യാമറയുടെ പുറകിലാണ്, ഇൻ്റർവ്യൂവർ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഒരേ സമയം ഈ മൈക്കും യൂസ് ചെയ്യാൻ കഴിയില്ല. വളരെ നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഇതിനകത്തുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മൈക്കിൻ്റെ ആ ഒരു സെലക്ഷൻ്റെ കേസ് പറഞ്ഞല്ലോ, ഫ്രണ്ടിലെയും ബാക്കിലെയും, അതൊരു പക്ഷേ അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ GoPro ഒരു പക്ഷേ മാറ്റിയേക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം മീഡിയ മോഡ് കണക്ട് ചെയ്തിട്ട് ഫ്രണ്ട് സൈഡിലുള്ള മൈക്കിൽ നിന്നുള്ളതാണ്. ഓക്കെ, 1 2 3 4 5. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം മീഡിയ മോഡ് കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറകുവശത്തുള്ള മൈക്കിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ഗോപ്രോയുടെ ഡയറക്റ്റ് ക്യാമറയിൽ നിന്നുള്ള മൈക്കിൻ്റെ നിന്നുള്ള ശബ്ദമാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. എനിക്ക് എന്തായാലും ഗോപ്രോ മീഡിയ മോഡ് വാങ്ങിച്ചത് വർത്താണ് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഗോപ്രോ എങ്ങനെയാണ് ഹെൽമെറ്റുമായി കണക്ട് ചെയ്യുക, മോട്ടോ വ്ളോഗിങ് ചെയ്യുന്നതിന് എന്തെല്ലാം സെറ്റപ്പുകളാണ് വേണ്ടത്, അത്തരം കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗോപ്രോ ഈ മീഡിയ മോഡ് എങ്ങനെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം, എക്സ്റ്റേണൽ മൈക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ ഹെൽമെറ്റിൽ സെറ്റ് ചെയ്യാം, അത്തരം കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് വേറെ ചില വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്താമെന്ന പ്രത്യാശയോടെ നിങ്ങളിൽ നിന്ന് വിട പറയുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ഷാൻ.